ബി.ജെ.പിയിൽ സ്ഥാനാർത്ഥി തർക്കം പൊട്ടിത്തെറിയിലേക്ക്. പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് തിരിച്ചടി. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളയെ വെട്ടി കെ. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി. പിള്ള മത്സരിക്കേണ്ടെന്ന് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത്ത് ചേരുന്നു. പി.എസ്. ശ്രീധരൻപിള്ള അല്പം മുമ്പ് പ്രതികരിച്ചതാണ്. താൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് ശ്രീധരൻപിള്ള വ്യക്തമായി ഉത്തരം നൽകിയിട്ടില്ല. പിള്ളയെ വെട്ടിമാറ്റിയിട്ടാണ് കെ. സുരേന്ദ്രൻ, അതായത് RSSന്റെ പൂർണ്ണ പിന്തുണ കെ. സുരേന്ദ്രന് ലഭിച്ചിരിക്കുന്നു. പി.എസ്. ശ്രീധരൻപിള്ള സംസ്ഥാന രാഷ്ട്രീയത്തിൽ, ബി.ജെ.പി രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി അപ്രസക്തനാവുകയാണോ? RSS പിടിമുറുക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? നൃപൻ, RSSും അതുപോലെ തന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവും ഒരുപോലെ കൈയഴിഞ്ഞതോടുകൂടിയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുവാനുള്ള പി.എസ്. ശ്രീധരൻപിള്ളയുടെ മോഹം ഏതായാലും അവസാനിച്ചിരിക്കുന്നത്. NSSന്റെ പിന്തുണയുണ്ട് എന്നുള്ള ശ്രീധരൻപിള്ളയുടെ അവകാശവാദം RSS വിലക്കെടുത്തിട്ടില്ല. ഏതായാലും RSS എല്ലാ കാലത്തും ബി.ജെ.പിയുടെ നേതൃത്വനിരയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്ന ശക്തി തന്നെയാണ്. അത് സുരേന്ദ്രന് അനുകൂലമായി മാറിയതോടുകൂടിയാണ് ശ്രീധരൻപിള്ളയുടെ സ്ഥാനാർത്ഥിത്വം പൂർണ്ണമായും ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് വരെയെത്തിയത്. ശബരിമല സമരം ഉൾപ്പെടെ കൈകാര്യം ചെയ്ത ശ്രീധരൻപിള്ളയുടെ രീതി പൂർണ്ണമായും പരാജയമാണെന്നുള്ള വിലയിരുത്തൽ പാർട്ടി പ്രവർത്തകർക്കും RSS നേതാക്കന്മാർക്കുമുണ്ട്. അതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും ശ്രീധരൻപിള്ളയുടെ സമീപനം പൂർണ്ണ പരാജയമാണ് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഒരു ലോക്സഭാ സീറ്റിലും മത്സരിപ്പിക്കാൻ നിലവിൽ ശ്രീധരൻപിള്ള യോഗ്യനല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ബി.ജെ.പിയുടെ നേതൃത്വം എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരു സ്ഥാനാർത്ഥി ഒരിടത്തും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥിയാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പത്തനംതിട്ട സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മറ്റൊരു നീക്കം കൂടി ശ്രീധരൻപിള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് ശ്രീധരൻപിള്ളക്ക് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായാൽ അൽഫോൺസ് കണ്ണന്താനത്തെ പിന്തുണയ്ക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം. പക്ഷേ അതും വിലപ്പോയില്ല. അവിടെ കെ. സുരേന്ദ്രനെ തന്നെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. നാളെ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടോ. ഇന്നലെയും ഇന്നുമായൊക്കെ തന്നെ പി.എസ്. ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിലൊക്കെ തന്നെ തന്റെ നിരാശ കൃത്യമായും പ്രകടമാക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. എല്ലാ ജാതിമത സമവാക്യങ്ങളൊക്കെ തന്നെയും തനിക്ക് അനുകൂലമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പോലും സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാൻ വേണ്ടി പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് സാധിക്കാഞ്ഞത് പൂർണ്ണമായും പാർട്ടിയിൽ തന്റെ സ്വാധീനത്തെ രേഖപ്പെടുത്താൻ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അതുപോലെ തന്നെ പല നേതാക്കന്മാർക്കും ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ലാതാകുന്നു. അതിന്റെ ഭാഗമായി ശ്രീധരൻപിള്ളയ്ക്കെതിരായ നിലപാടുകൾ നേതാക്കന്മാർ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രമാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നിലവിൽ പാലക്കാട് സീറ്റിന് വേണ്ടി പിടിവാശി കൂട്ടുന്ന ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കാനാണ് നീക്കം. അവിടെ പകരം C. കൃഷ്ണകുമാർ എന്ന ബി.ജെ.പി നേതാവ് പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഉറപ്പായിരിക്കുന്നത്. ദേശീയ നിർവാഹക സമിതി അംഗമായ P.K. കൃഷ്ണദാസും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ M.C. രമേശും ഏതായാലും മത്സരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. പല നേതാക്കന്മാരും ഇഷ്ട സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ മത്സരിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയതോടുകൂടിയും അതുപോലെ തന്നെ തോൽവി ഭയന്നും പിന്മാറുകയും ചെയ്തതോടുകൂടി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ രീതിയിൽ പുതുമുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ രീതിയിലേക്ക് പട്ടികയെ തട്ടിക്കൂട്ടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അൽഫോൺസ് കണ്ണന്താനം പത്തനംതിട്ട സീറ്റിന് വേണ്ടി വലിയ പിടിവലി നടത്തിയെങ്കിലും ഒടുവിൽ എറണാകുളം സീറ്റിൽ മത്സരിപ്പിക്കാനുള്ള ധാരണയാണ് ആയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും പ്രഖ്യാപനമായും പുറത്തു വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതേ സമയം തന്നെ കൊല്ലത്തേക്കും അതുപോലെ തന്നെ ചാലക്കുടിയിലേക്കും ഒരേപോലെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ നേതാവായ ടോം വടക്കനെ പരിഗണിക്കുന്നുണ്ട്. ഈ രണ്ട് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ചാലക്കുടി സീറ്റിലാണ് ടോം വടക്കൻ മത്സരിക്കുന്നതെങ്കിൽ മറ്റൊരു പ്രമുഖ നേതാവായ A.N. രാധാകൃഷ്ണനും സീറ്റില്ലാത്ത സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ അടുത്തിടെ ബി.ജെ.പിയിൽ ചേർന്ന K.S. രാധാകൃഷ്ണനും സീറ്റ് നൽകിയതോടുകൂടി ബി.ജെ.പിയുടെ മാധ്യമരംഗത്ത് സജീവമായി ഇടപെടുന്ന B. ഗോപാലകൃഷ്ണനും സീറ്റില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ബി.ജെ.പിയുടെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അമർഷം എന്ന് പറയുന്നത് വലിയ ഒരളവിൽ തന്നെയുണ്ട്. കാരണം വിജയിക്കും എന്ന് യാതൊരു ഉറപ്പും ഇല്ല എന്നുള്ള ഒരു ഉറപ്പും ഇല്ലാത്ത ഘട്ടത്തിൽ പോലും ഈ രീതിയിൽ സീറ്റിന് വേണ്ടി നേതാക്കന്മാർ വലിയ തമ്മിലടി നടത്തുന്നത് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവർ പ്രതിഷേധം എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ തന്നെ പ്രചരണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് വരെ അവരെത്തിയതും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ നാളെ മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് കരുതുന്നത്. നിർഭൻ.
വിവരങ്ങൾ വ്യക്തമാണ്. ശരത്ത്, നിലവിലുള്ള ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് കേന്ദ്ര നേതൃത്വം തന്നെ ഒഴിവാക്കിയിരിക്കുന്നു. അതായത് പത്തനംതിട്ട സീറ്റിൽ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു എന്ന പുതിയ വിവരമാണ് ദില്ലിയിൽ നിന്ന് ശരത്ത് നൽകിയത്. ബി.ജെ.പി സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കുമെന്ന് PS ശ്രീധരൻപിള്ള. താൻ മത്സരിക്കണോ എന്നത് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിക്കുമെന്നും ശ്രീധരൻപിള്ള നെടുമ്പാശ്ശേരിയിൽ പ്രതികരിച്ചു. അത് പറയാനായിട്ട് ബി.ജെ.പിയുടെ കേരളത്തിന്റെ നിലപാട് പറയാനായിട്ട് ഇന്ന് അതിന്റെ വിശദാംശങ്ങൾ പറയാൻ ഇപ്പം ഡൽഹിയിൽ കൃഷ്ണദാസും മറ്റേ ഇയാൾ തുഷാർ വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട്. ഞാൻ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അവരാണ് പറയേണ്ടത്. മറ്റേ ലിസ്റ്റിൽ അത് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രഖ്യാപിക്കും നാളെ. അഖിലേന്ത്യാ കമ്മിറ്റി മത്സരിക്കുന്ന ഞാനങ്ങനെ അല്ല. അത് ഞാൻ ചോദിച്ചു ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അല്ല. വയനാട് വടകര സീറ്റുകളെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തീരുന്നില്ല. ആറ്റിങ്ങൽ, ആലപ്പുഴ എന്നീ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. വടകരയിൽ K മുരളീധരനും വയനാട്ടിൽ T സിദ്ദിഖും മത്സരിക്കുമെന്ന് വാർത്തകൾ വന്നെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയാണ്. അതായത് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പാളുകയാണ്. അതായത് AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം മുറുകുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് വടകരയിലും വയനാട്ടിലും സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനാകാത്തത് എന്നതാണ് പുതിയ വിവരം. ദില്ലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സന്തോഷ് സെർലിംഗ് ചേരുന്നു. എന്തൊക്കെയാണ് സ്ഥാനാർത്ഥികളെ ഇപ്പോഴും ഔദ്യോഗികമായി കോൺഗ്രസിന് 2 മണ്ഡലങ്ങളിൽ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സന്തോഷ്? നൃപൻ, വയനാടാണ് ഇപ്പോൾ വലിയൊരു തർക്ക വിഷയമായി AI ഗ്രൂപ്പുകൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെ I ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഈ സീറ്റ് A ഗ്രൂപ്പിന് നൽകാൻ തീരുമാനിച്ചിരുന്നതാണ്. രമേശ് ചെന്നിത്തല ഇതിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിൽ പോലും പിന്നീട് മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും കൂടി ഇത് A ഗ്രൂപ്പിന് നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ T സിദ്ദിഖിനെ അവർ അനൌദ്യോഗികമായി തന്നെ അറിയിക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഹൈക്കമാൻഡിന് മുമ്പിൽ ഇതിനുശേഷം I ഗ്രൂപ്പിന്റെ വലിയ പരാതികൾ എത്തി. ഈ അടിസ്ഥാനത്തിലാണ് വയനാട് സീറ്റിലെ പ്രഖ്യാപനം നിർത്തിവെച്ചത്. വയനാട് സീറ്റ് പ്രഖ്യാപിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിന് നിന്ന് തീരുമാനിച്ചാൽ മാത്രമേ വടകര സീറ്റിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയാൽ ഹൈക്കമാൻഡ് ഇത് അംഗീകരിക്കും. ഇല്ല എങ്കിൽ ഹൈക്കമാൻഡ് സ്വന്തം നിലയ്ക്ക് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരിക്കും ചെയ്യുക. സന്തോഷ്, വിവരങ്ങൾ വ്യക്തമാണ്. വയനാട്ടിലും വടകരയിലും AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ്. വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിംഗ് ആണ് നൽകിയത്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഈഴവ സമുദായത്തെ UDF അവഗണിച്ചുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തുഷാർ മത്സരിച്ചാൽ തോക്കുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തുഷാറിന് മത്സരിക്കണമെങ്കിൽ SNDP വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. സ്ഥാനാർത്ഥിയായിട്ടില്ല, വാർത്തകളല്ല, ഞാൻ ആളെ പോലും കണ്ടിട്ടില്ല. വാർത്തകളുണ്ട്. ഒരു അച്ചടക്കമുള്ള ഒരു സമുദായത്തിന്റെ പ്രവർത്തകനായിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നത് ആ അഭിപ്രായം അന്നും ഇന്നും നാളെ ഉറച്ചിരിക്കുന്ന ആളാണ്. അതിന് ഞാൻ പറയണ ശരിയല്ലല്ലോ. അല്ല, അന്നും ഇന്നും ഞാൻ പറഞ്ഞതെല്ലാം ഉറച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ. അത് പിന്നെ ആവർത്തിക്കേണ്ട സമയത്ത് ശരിയല്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് BSP അധ്യക്ഷ മായാവതി. SP-യുമായി ചേർന്ന് BJP-യെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മായാവതി പ്രതികരിച്ചു. देश के वर्तमान हालात व जरूरत को देखते हुए तथा अपनी पार्टी की मूवमेंट के व्यापक हित के साथ साथ जनहित व देश हित का भी यही तकाजा है कि मैं लोकसभा का चुनाव अभी नहीं लड़ूं, और यही कारण है कि मैंने फिलहाल लोकसभा का चुनाव नहीं लड़ने का फैसला लिया है. ഗോവയിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വിശ്വാസ വോട്ട് നേടി. 20 MLA-മാരുടെ പിന്തുണയോടെയാണ് സാവന്ത് മന്ത്രിസഭയിൽ വിശ്വാസം നേടിയത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഗോവയിൽ നിന്ന് ഹരീഷ് ചേരുന്നു. അതായത് മനോഹർ പരീക്കറിന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി തൽക്കാലം ഗോവയിൽ അവസാനിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ ഹരീഷ്?
മനോഹർ പരീക്കർ ഞായറാഴ്ച രാത്രി 8 മണിയോട് കൂടി തന്നെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. അതിനുശേഷം തന്നെ ഞായറാഴ്ചയോട് കൂടി തന്നെ വളരെ വലിയ രീതിയിലുള്ള മാരത്തോൺ ചർച്ചകൾ ആരംഭിച്ചു. തുടർച്ചയായി തന്നെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാത്രിയോട് കൂടി തന്നെ 11 മണിക്ക് മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാവുമെന്നും മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ നടക്കുമെന്നെല്ലാം തന്നെ അറിയിച്ചു. പക്ഷെ ഔദ്യോഗിക വിശദീകരണം വന്നു, പക്ഷെ 11 മണിക്ക് നടന്നില്ല. കാരണം നല്ല വലിയ രീതിയിൽ തന്നെ ഒരു ബാർഗെയിനിങ്, നല്ലൊരു കച്ചവടം നടന്നിരിക്കുന്നു ഗോവ രാഷ്ട്രീയത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വ്യക്തമായി തന്നെ ഘടകകക്ഷികളായിരിക്കുന്ന മഹാരാഷ്ട്ര ഗോമത് പാർട്ടി, അതുപോലെ തന്നെ ഗോവ ഫോർവേഡ് പാർട്ടി എന്നിവരെല്ലാവരും തന്നെ പരിഗണിക്കേണ്ട അവസ്ഥ BJPക്ക് വരുന്നു. കാരണം അവരെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. കാരണം വ്യക്തമായ കേവല ഭൂരിപക്ഷം ഒറ്റക്കക്ഷിയാണ് കോൺഗ്രസ് അവിടെ. കാരണം 14 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. എന്നാൽ ഈ ടോട്ടലുള്ള 40 സീറ്റുകളിൽ തന്നെ 12 സീറ്റ് മാത്രമേ BJPക്കൂ. അതുകൊണ്ട് തന്നെ ഗോമത് പാർട്ടിയും അതുപോലെ ഗോവ ഫോർവേഡ് പാർട്ടിയും തന്നെ അവരെ പ്രീതിപ്പെടുത്താതെ അവരെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അമിത്ഷാ നേരിട്ട് തന്നെയായിരുന്നു അവിടെ ചർച്ച നടത്തിയതും. പക്ഷെ അമിത്ഷാ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 11 മണിയോട് കൂടി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാവുമെന്ന് അറിയിച്ചു. പക്ഷെ എന്തായാലും അവസാന നിമിഷത്തിൽ തന്നെ അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ വീണ്ടും കൂടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ ഘടകകക്ഷികളുടെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വീണ്ടും ചർച്ച നടത്തിയ അടിസ്ഥാനത്തിലാണ് 2 പേർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയത്. മഹാരാഷ്ട്രവാദി ഗോമത് പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി. അതോടൊപ്പം തന്നെ വിജയ് സർദേശി, അദ്ദേഹം ഗോവ ഫോർവേഡ് പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി. അങ്ങനെ 2 പേർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ BJP തീരുമാനിച്ചത്. കാരണം അല്ലാതെ BJPക്ക് അവിടെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയായിരുന്നു ഗോവയിൽ ഉണ്ടായിരുന്നത്. കാരണം ഭൂരിപക്ഷം വളരെ കുറവാണ്, 12 സീറ്റ് മാത്രമേ ഉള്ളൂ. നിലവിൽ 40 സീറ്റുകളാണ് നിയമസഭാ സീറ്റുകളാണ് അവിടെ ഗോവയിലുള്ളത്. അതിൽ തന്നെ ഗോവയിലുള്ളതിൽ ഇപ്പോൾ 4 പേരുടെ ഒഴിവുകളുമുണ്ട്. 2 പേർ മരണപ്പെട്ടു. അതായത് മനോഹർ പരീക്കർ അടക്കമുള്ള 2 പേർ മരണപ്പെട്ടു. 2 കോൺഗ്രസ് നേതാക്കൾ ഇതിനു മുമ്പ് തന്നെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 12 സീറ്റ് BJPക്കും, മഹാരാഷ്ട്ര ഗോമത് പാർട്ടിക്ക് 3 സീറ്റും ഗോവ ഫോർവേഡ് പാർട്ടിക്ക് 3 സീറ്റ്, 3 സ്വതന്ത്ര എന്നിങ്ങനെ 9 പേരും 12 BJP പ്ലസ് 21 പേരാണ് ടോട്ടൽ BJPക്ക് ഉള്ളത്. എന്നാൽ കോൺഗ്രസിനാകട്ടെ 14 സീറ്റുകൾ മാത്രമുള്ളൂ. അത് NCPയുടെ ഒരു NCP ഘടകകക്ഷി കൂടെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. 15 പേർ മൊത്തം കോൺഗ്രസിന് പിന്തുണ അർപ്പിച്ചു. പക്ഷെ ഇതിൽ തന്നെ ഇന്ന് നടന്ന 11:30 കൂടി തന്നെ നിയമസഭാ നടപടികൾ ആരംഭിച്ചു. 11:30 കൂടി തന്നെ ആരംഭിച്ച നടപടിക്ക് ശേഷം തന്നെ മനോഹർ പരീക്കറിന് അനുശോചനം രേഖപ്പെടുത്തിയായിരുന്നു നിയമസഭാ സമ്മേളനം മുന്നോട്ട് പോയത്. അതിനുശേഷം 12:15 കൂടി തന്നെ അവിടെ ഗോവയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടന്നു. ആ വിശ്വാസ വോട്ടെടുപ്പിൽ 20 പേരുടെ പിന്തുണയാണ് എന്തായാലും BJPക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് BJPയുടെ ലിസ്റ്റ് പ്രകാരം നോക്കുമ്പോൾ ഇപ്പോൾ 21 പേരുണ്ടാവും മൊത്തം. അതായത് മഹാരാഷ്ട്ര ഗോമത് പാർട്ടി 3, ഗോവ ഫോർവേഡ് പാർട്ടി 3, സ്വതന്ത്ര 3 എന്നിവർ അങ്ങനെയുള്ള 3 വീതമുള്ള 3 പേർ, അത് 9 പേർ. അതോടൊപ്പം തന്നെ BJP 12, 21 സീറ്റ്. അതിൽ തന്നെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിയമസഭാ സ്പീക്കർ. അത് അദ്ദേഹം വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അല്ലാതെ തന്നെ 20 സീറ്റുകൾ ലഭിച്ചു. 20 വോട്ടാണ് ഇപ്പോൾ എന്തായാലും BJPക്ക് ലഭിച്ചിരിക്കുന്നത്. 19 മതിയായിരുന്നു കടമ്പ. അതുകൊണ്ട് തന്നെ BJP വിജയിച്ചിരിക്കുന്നു. BJP അവിടെ വിശ്വാസം നേടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ പ്രമോദ് സാവന്ത് ഇനി മുഖ്യമന്ത്രിയായി തന്നെ തുടരും. വളരെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരു പ്രാധാന്യമുണ്ടായിരുന്നു ഗോവയ്ക്ക്. കാരണം എന്താ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വിരൽ എണ്ണാമറ്റുന്ന ദിവസങ്ങൾ മാത്രമുള്ള സാഹചര്യത്തിൽ ഗോവയിലെ നിയമസഭ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാകുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മനോഹർ പരീക്കർ മരിച്ച ഏതാനും മണിക്കൂറുകൾ തന്നെ വളരെ വലിയ രീതിയിലുള്ള മാരത്തോൺ ചർച്ചകൾക്ക് BJP അവിടെ നേതൃത്വം നൽകിയതും അമിത്ഷാ അടക്കം നേരിട്ട് ചെന്ന് ആ ചർച്ച നടത്തേണ്ട സാഹചര്യം ഉണ്ടായതും. എന്നാൽ കോൺഗ്രസിന് ഏറ്റവും ചെറിയൊരു പ്രതീക്ഷ കോൺഗ്രസിനുള്ളതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. കാരണം കോൺഗ്രസിൽ തന്നെ കുറെ വ്യക്തികൾ കൂറുമാറും എന്നൊരു ചർച്ചകളും അങ്ങനെയുള്ള വാർത്തകളെല്ലാം തന്നെ ഗോവയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ എന്തായാലും ആരും തന്നെ ഗോവയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ആരും വിട്ടുപോയിട്ടില്ല. 14 പേരും കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. NCP ആകെ ഒരു സീറ്റുള്ള NCPയും കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചു. 15 സീറ്റ് മാത്രമേ കോൺഗ്രസും NCP അടക്കം 15 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും 19 ആയിരുന്നു ഈ മാന്ത്രിക സംഖ്യ. ആ 19 എന്ന കടമ്പ കടന്നിരിക്കുന്നു. 20 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നിയമസഭാ സ്പീക്കർക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായില്ല. കാരണം 19 ഓൾറെഡി കടന്ന് 20 വോട്ടുകൾ BJPക്ക് ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഗോവയിലെ രാഷ്ട്രീയത്തിൽ ഒരു ശമനം വന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ വ്യക്തമാണ് ഹരീഷ്. ഗോവയിൽ നിന്ന് താൽക്കാലിക രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വിരാമമായിരിക്കുന്നു. പ്രമോദ് സാവന്ത് വിശ്വാസ വോട്ട് നേടിയിരിക്കുന്നു. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. മൊറട്ടോറിയം സംബന്ധിച്ച് കർഷകർക്ക് ആശങ്ക വേണ്ടെന്ന് മന്ത്രി VS സുനിൽകുമാർ. ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ജപ്തി നടപടികൾ ഉണ്ടാകില്ല. പുതിയ ഉത്തരവ് വരാത്തതിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകില്ലെന്നും VS സുനിൽകുമാർ പ്രതികരിച്ചു. അല്ല, മൊറട്ടോറിയത്തിനെ സംബന്ധിച്ചൊരു ആശങ്കയുടെ ആവശ്യമില്ല. കർഷകർക്ക് 2018 10 മാസത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു ഉത്തരവനുസരിച്ച് മെയ് മാസം 31 വരെ മൊറട്ടോറിയം നിലവിലുണ്ട്. ആ മൊറട്ടോറിയം ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചിരിക്കുന്ന ഒരു തീരുമാനമാണ് ക്യാബിനറ്റ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഓൺഗോയിങ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് മാസം വരെ മൊറട്ടോറിയം നിലനിൽക്കുകയാണ്. മെയ് മാസം 23 ഇലക്ഷൻ കഴിഞ്ഞ് പിന്നീട് വരുന്ന ദിവസം വരെ ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊറട്ടോറിയം സംബന്ധിച്ച കാര്യത്തിനകത്ത് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല. കർഷകർക്ക് ബാങ്കുകളുടെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജപ്തി നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ 5-ാം തീയതി ചേർന്ന ക്യാബിനറ്റ് മീറ്റിങ്ങിൻ്റെ പിറ്റേ ദിവസം തന്നെ SLBC യോഗം മുഖ്യമന്ത്രി വിളിച്ച് കൂട്ടുകയും മൊറട്ടോറിയത്തിന് ഒപ്പം സർഫാസി നിയമപ്രകാരം എടുക്കുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങൾക്ക് അത് മരവിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. മൊറട്ടോറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5-ാം തീയതിയിലെ ക്യാബിനറ്റിൽ പറഞ്ഞിരിക്കുന്ന തീരുമാനത്തിൻ്റെ പുതിയ ഉത്തരവ് വന്നില്ല എന്നതിൻ്റെ പേരിൽ ഒരു കൃഷിക്കാരനും അതിൻ്റെ പേരിൽ ഒരു പ്രയാസം നേരിടാൻ പോകുന്നില്ല. അതിനുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് കുടിശ്ശികയായി കിട്ടാനുള്ള തുക എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 2018 നവംബർ മുതലുള്ള വേതനത്തിൽ 1154 കോടി രൂപ ഗ്രാമവികസന മന്ത്രാലയത്തിൽ നിന്നും കുടിശ്ശിക ഇനത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ ഭരണപരമായ ചെലവുകൾക്കായുള്ള 86.87 കോടി രൂപയും കുടിശ്ശികയാണ്. ഇത് പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന തൊഴിലാളികൾ ചെയ്ത ജോലിയുടെ വേതനം ലഭിക്കാത്തത് അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുകയാണെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കൈരളി TV ദുബായിൽ സംഘടിപ്പിക്കുന്ന ഇശൽ ലൈല മാപ്പിളപ്പാട്ട് അവാർഡ് നിശയ്ക്കായി ദുബായിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. മാർച്ച് 22-ന് ദുബായിൽ ഇത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചാണ് ഇശൽ ലൈല അവാർഡ് നിശ അരങ്ങേറുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്.